ഹലോ ഫ്രണ്ട്സ്, ഈ മാസം 28-ന് ലൂസിഫർ റിലീസാവുകയാണ്. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം. നടൻ പൃഥ്വിരാജ് ഇത് ആദ്യമായാണ് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ലൂസിഫറിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഓൺലൈനിൽ നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് കിട്ടുന്നത്. ഈ സിനിമ ആദ്യ ദിവസങ്ങളിൽ തന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് സിനിമ ബുക്ക് ചെയ്യുക. ഇതൊരു പൊളിറ്റിക്കൽ മൂവിയാണെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ലൂസിഫറിൽ അവതരിപ്പിക്കുന്നത്. മോഹൻലാൽ ഇത് ആദ്യമായല്ല രാഷ്ട്രീയം പ്രമേയമാക്കിയുള്ള ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നത്. നിരവധി പൊളിറ്റിക്കൽ ക്യാരക്ടറുകൾ തന്മയത്വത്തോടെ അവതരിപ്പിച്ച് വിജയിപ്പിച്ചിട്ടുള്ള നടനാണ് മോഹൻലാൽ. മോഹൻലാൽ അഭിനയിച്ച രാഷ്ട്രീയം സംസാരിക്കുന്ന പ്രധാനപ്പെട്ട സിനിമകളിലൂടെയുള്ള ഒരു ഓട്ടപ്രദർശനമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട സിനിമയുടെ പേരുകൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ആദ്യ സിനിമ 1983 ഇറങ്ങിയ ഗുരുദക്ഷിണയാണ്. മോഹൻലാൽ ആദ്യമായി ഒരു രാഷ്ട്രീയ കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമ. മിനിസ്റ്റർ പ്രഭാകരൻ എന്ന കഥാപാത്രമായാണ് മോഹൻലാൽ ഗുരുദക്ഷിണയിൽ എത്തിയത്. ബേബിയുടെ സംവിധാനത്തിൽ ഇറങ്ങിയ ഈ സിനിമയിൽ മോഹൻലാലിന് പുറമെ അടൂർ ഭാസി, രതീഷ്, മമ്മൂട്ടി തുടങ്ങിയവരൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. 1984 മണിരത്നം സംവിധാനം ചെയ്ത മലയാള ചിത്രം ഉണരു ആണ് അടുത്ത സിനിമ. ഇതിന് രചന നിർവഹിച്ചിരിക്കുന്നത് ടി ദാമോദരനാണ്. മോഹൻലാൽ ലേബർ പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ നേതാവായ രാമു എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ സുകുമാരൻ, രതീഷ്, ബാലൻ കെ നായർ തുടങ്ങിയവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. 1987 ഇറങ്ങിയ അടിമകൾ ഉടമകൾ എന്ന സിനിമയാണ് മറ്റൊരു ചിത്രം. IV ശശിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ടി ദാമോദരന്റെ തന്നെയാണ് രചന. ഈ സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലുമായിരുന്നു നായകന്മാർ എന്ന് നമുക്കറിയാം. ഇതിൽ മോഹൻലാൽ മോഹൻ ചെറിയാൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കമ്പനിയുടെ ആളായി ആദ്യം വരുന്നു, സിനിമയുടെ ആദ്യ ഭാഗത്ത് വരുന്നു. പിന്നീട് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ട്രേഡ് യൂണിയനിൽ ആകർഷനായി തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലേക്കൊക്കെ നീങ്ങുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെയാണ് മോഹൻലാൽ അടിമകൾ ഉടമകൾ എന്ന സിനിമയിൽ അവതരിപ്പിച്ചത്. 1987 തന്നെ ഇറങ്ങിയ ഭൂമിയിലെ രാജാക്കന്മാർ. തമ്പി കണ്ണന്താനമായിരുന്നു ഈ സിനിമയുടെ സംവിധായകൻ. ഡെന്നീസ് ജോസഫിൻ്റെതാണ് രചന. മുഖ്യമന്ത്രിയൊക്കെ ആയി മാറുന്ന മഹേന്ദ്ര വർമ്മ എന്ന വളരെ ഫ്രോഡായ ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മോഹൻലാലിന്റെ പെർഫോമൻസ് കൊണ്ടും ശ്രദ്ധേയമാണ് ഭൂമിയിലെ രാജാക്കന്മാർ. ഈ സിനിമയിൽ അടൂർ ഭാസി, ജഗതി ശ്രീകുമാർ, സുരേഷ് ഗോപി, ബാലൻ കെ നായർ തുടങ്ങിയവരൊക്കെ പ്രധാനപ്പെട്ട വേഷങ്ങളിൽ എത്തിയ ചിത്രമാണ്. 1990 ഡിസംബറിൽ ഇറങ്ങിയ ലാൽ സലാം മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പൊളിറ്റിക്കൽ മൂവിയായിരുന്നു ലാൽ സലാം. വേണു നാഗവള്ളിയുടെ സംവിധാനവും ചെറിയാൻ കൽപ്പകവാടിയുടെ രചനയും. നെട്ടൂർ സ്റ്റീഫൻ എന്ന നെട്ടൂരനായി മോഹൻലാൽ സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മുരളി, ഗീത തുടങ്ങിയവരൊക്കെയായിരുന്നു മറ്റ് പ്രധാന അഭിനേതാക്കൾ. ലാൽ സലാമിന് രചന നിർവഹിച്ച ചെറിയാൻ കൽപ്പകവാടിയുടെ പിതാവും പ്രശസ്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവുമായ വർഗീസ് വൈദ്യന്റെ ജീവിതമായിരുന്നു മോഹൻലാലിന്റെ നെട്ടൂർ സ്റ്റീഫൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ പ്രചോദനമായത്. മറ്റൊരു സിനിമ അദ്വൈതമാണ്. 1992 റിലീസായ പ്രിയദർശൻ സംവിധാനം ചെയ്ത ടി ദാമോദരന്റെ രചനയിൽ ഇറങ്ങിയ അദ്വൈതം. മോഹൻലാൽ ഇതിൽ കമ്മ്യൂണിസ്റ്റ് നേതാവായ സഖാവ് ശിവനായും പിന്നീട് സ്വാമി അമൃതാനന്ദമായും ഒക്കെ ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ജയറാമും ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. 1997 ഇറങ്ങിയ ഇരുവർ. മോഹൻലാലിനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്ത തമിഴ് സിനിമയാണ് ഇരുവർ. മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലതുകൊണ്ടും അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രമായിരുന്നു ഇരുവർ എന്ന ചിത്രത്തിലെ ആനന്ദൻ. തമിഴ് സൂപ്പർ താരവും പിന്നീട് മുഖ്യമന്ത്രിയുമൊക്കെയായി മാറിയ MGR ആയി മോഹൻലാലും തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയായി പ്രകാശ് രാജും അഭിനയ രംഗത്തുണ്ടായിരുന്നപ്പോഴത്തെ ജയലളിതയായി ഐശ്വര്യ റായിയും ശ്രദ്ധേയമായ അഭിനയം കാഴ്ചവെച്ച ചിത്രമാണ് ഇരുവർ. മാത്രമല്ല ഐശ്വര്യ റായിയെ സംബന്ധിച്ച് അവരുടെ ആദ്യ ഫീച്ചർ സിനിമ കൂടിയാണ് ഇരുവർ. 1998 ഇറങ്ങിയ രക്തസാക്ഷികൾ സിന്ദാബാദ്. ലാൽ സലാം പോലെ ചെറിയാൻ കൽപ്പകവാടിയുടെ രചനയിൽ വേണു നാഗവള്ളിയുടെ സംവിധാനത്തിൽ ഇറങ്ങിയ പൊളിറ്റിക്കൽ മൂവി. മോഹൻലാൽ ഇതിൽ കമ്മ്യൂണിസ്റ്റ് നേതാവായ ശിവസുബ്രഹ്മണ്യ അയ്യർ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മോഹൻലാൽ കൂടാതെ സുരേഷ് ഗോപി, മുരളി തുടങ്ങിയവരൊക്കെയുണ്ട് ചിത്രത്തിൽ. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദയവും ഒക്കെയാണ് ചിത്രത്തിൽ. 2002 റിലീസായ ചതുരംഗമാണ് മറ്റൊരു ചിത്രം.
മോഹൻലാൽ ഇതിൽ കേരള കോൺഗ്രസ് നേതാവായ ആറ്റിപ്രാക്കൽ ജിമ്മി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കെ മധുവായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ബാബു ജനാർദ്ദനാണ് തിരക്കഥ. മോഹൻലാലിന് പുറമെ ഈ സിനിമയിൽ നവ്യ നായർ, നഗ്മ, സായികുമാർ, നെടുമുടി വേണു തുടങ്ങിയവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. 2014 റിലീസ് ചെയ്ത പെരിച്ചാഴിയാണ് മറ്റൊരു സിനിമ. മോഹൻലാൽ ഇതിൽ രാഷ്ട്രീയക്കാരനായ ജഗന്നാഥൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ജഗന്നാഥന് ജന്മസിദ്ധമായ കുതന്ത്രങ്ങൾ പ്രയോജനപ്പെടുത്തി കാലിഫോർണിയയിലെ ഗവർണർ ഇലക്ഷനെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമങ്ങളൊക്കെ രസകരമായി അവതരിപ്പിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സറ്റയറാണ് പെരിച്ചാഴി. ഈ സിനിമയ്ക്ക് സംവിധാനം നിർവഹിച്ചത് അരുൺ വൈദ്യനാഥനാണ്. ഈ വർഷം ഓഗസ്റ്റ് 15 റിലീസാകുമെന്ന് പ്രതീക്ഷിക്കുന്ന തമിഴ് സിനിമ കാപ്പാനാണ് മറ്റൊരു പടം. സൂര്യ നായകനായ ഈ ചിത്രത്തിൽ മോഹൻലാൽ ചന്ദ്രകാന്ത് വർമ്മ എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയായാണ് അഭിനയിച്ചിരിക്കുന്നത്. KV ആനന്ദ് സംവിധാനം ചെയ്ത ഈ സിനിമ ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണെങ്കിലും മോഹൻലാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി രാഷ്ട്രീയക്കാരൻ്റെ റോളിൽ തന്നെയാണ്. ഈ മാസം 28 റിലീസാകാൻ പോകുന്ന ലൂസിഫർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ മൂവിയാണ്. മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു രാഷ്ട്രീയ സിനിമ. ലൂസിഫർ എന്ന പേരും മോഹൻലാലിൻ്റെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തിൻ്റെ നിഗൂഢതയും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു നല്ല സിനിമയായിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞു. സിനിമ ആദ്യ ദിവസങ്ങളിൽ കാണണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് സിനിമ ബുക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂവുമായി അല്ലെങ്കിൽ ഇത്തരം ഒരു സിനിമ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.